കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പറ്റുന്ന ഓപ്പർച്യൂണിറ്റി നിലവിൽ നമ്മുടെ വിദ്യാഭ്യാസ അടിസ്ഥാനത്തിലോ നമ്മുടെ എന്താ പറയുക സ്കില്ലിന്റെ അടിസ്ഥാനത്തിലോ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് ഒരു 9 ലക്ഷം രൂപ കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല IT പ്രൊഫഷണൽസൊക്കെ വാങ്ങുന്ന എമൗണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതൊന്നും അത്ര എത്തുന്നില്ല. അല്ലെങ്കിൽ വലിയ കമ്പനികളുടെ ടോപ്പ് ലെവലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത്രയും സാലറി ഒക്കെ ഉള്ള സ്കെയിലിൽ കിട്ടുള്ളൂ. പക്ഷെ അവിടുത്തെ വർക്ക് ടാർഗറ്റ് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ടാർഗറ്റ് ബേസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് അത്രയും സാലറി കാര്യങ്ങളൊക്കെ ഒരു കമ്പനി തരുള്ളൂ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന ഏറ്റവും ടോപ്പ് കമ്പനിയുടെ CEOsമാരായിട്ടിരിക്കുന്ന ആളുകൾ പോലും നാളുകളിൽ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഉറപ്പ് പോലും ഇല്ലാത്ത വ്യക്തികളാണ്. തിരിച്ചറിയുക, ഒരു പ്ലാറ്റ്ഫോം മാറുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറാവുക. അപ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമ്മളറിയാം, ഒരു കാർഷിക വിപ്ലവത്തിന് ശേഷം വന്ന വലിയൊരു മാറ്റമാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. വലിയ രീതിയിൽ വ്യവസായ വിപ്ലവം വന്നു. അപ്പം ടാറ്റയും ബിർളയും പോലുള്ള കമ്പനികളൊക്കെ ഉയർന്നു വന്നു. പക്ഷേ 2010 ശേഷം വന്ന കമ്പനികൾ നോക്കുന്ന മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ റെവല്യൂഷൻ കടന്നു വന്ന ഒരുപാട് കമ്പനികളാണ് വലിയ രീതിയിൽ വരുമാനം വാങ്ങിച്ചിട്ടുള്ള ആളുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മളൊരു ഡിജിറ്റൽ റെവല്യൂഷൻ, ഒരു AI ടെക്നോളജിയുടെ കാലഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കാം, സാധാരണപരമായിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പല ജോലികളും മാറും. നിങ്ങൾ ഈ ടെലികോളർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജോലികൾക്ക് അറിയാം, ടീച്ചിങ് പ്രൊഫഷൻസ് ഉണ്ടാവും, ഹെൽത്ത് പ്രൊഫഷൻസ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ പല ജോലികളും അതിന്റെ സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചൈനയിലൊക്കെ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നടക്കുന്ന ഇതിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം അവിടെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അത് അധികം താമസിയാതെ ഇന്ത്യയിലേക്ക് എത്തും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പല ടെക്നോളജികളും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന 10 വർഷമൊക്കെ ലേറ്റ് ആയിട്ടാണ്. പക്ഷെ ഇന്ന് ഒരു ടെക്നോളജി പുതിയതായിട്ട് വന്ന AI എന്നുള്ള ടെക്നോളജി വന്നപ്പം ഏതൊരു സാധാരണക്കാരനും അത് ഉപയോഗിക്കാൻ പറ്റുന്ന ലോകം മുഴുവൻ ഒരുമിച്ച് എത്തിയിരിക്കുന്ന ടെക്നോളജിയാണ്. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഇൻഡസ്ട്രി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ എന്താ പറയുക അടിസ്ഥാനപരമായിട്ട് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വലിയ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഈ വരുമാനം നേടാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുമ്പോൾ ആ അവസരത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. കാരണം പല ആളുകൾക്കും സംശയങ്ങളുണ്ടാവും, ആളെ കൂട്ടണ്ടേ, ആളുകൾ വേണ്ട ഈ ബിസിനസ് ചെയ്യാൻ. ഞാൻ ചോദിക്കുന്നു, തീർച്ചയായിട്ടും ആളുകളില്ലാതെ ലോകത്ത് ഒരു ബിസിനസ് നടക്കുന്നില്ല. MA യൂസഫ് അലി കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ലുലുമാൾ തുറന്നു വെച്ചിരിക്കുന്നു, പരസ്യങ്ങൾ ഇടുന്നു. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓഫർ സെയിൽ എന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നു, സാർ വരൂ, ഇവിടെ സവാളയ്ക്ക് ഇത്രയാണ്, അല്ലെങ്കിൽ മല്ലിപ്പൊടിക്ക് ഇത്രയാണ്, ഇന്ന സാധനത്തിന് ഇന്ന റേറ്റ് ഉണ്ട്, ഇന്ന സ്കീം അതിനുണ്ട്, ഓഫർ ഉണ്ട്. നിങ്ങൾ അവിടേക്ക് എത്തിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരാളെ കൂട്ടുക തന്നെയാണ്. ബിസിനസ് പരസ്യങ്ങളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും എന്താ പറയാ സോഷ്യൽ മീഡിയ ആഡുകളിലൂടെയും ഒക്കെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു പരസ്യങ്ങളില്ലാതെ നമ്മൾ അറിയുന്ന വ്യക്തികൾക്ക് അവർക്ക് ഉപയോഗമുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഈ പ്രോജക്റ്റിലൂടെ ഒരു തവണ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാൻ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് യാതൊരുവിധ നഷ്ടം വരാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫിജിക്കാർട്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ആളുകളുടെ ലൈഫിൽ, ഫിജിക്കാർട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ലൈഫിൽ മാറ്റം വരുത്തിയ കമ്പനിയാണ്. കാരണം കഴിഞ്ഞൊരു 6-7 വർഷത്തെ കണക്കെടുപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം 8ാം വർഷത്തേക്ക് കിടക്കുന്ന സമയത്ത് ലാസ്റ്റ് ഞങ്ങളൊരു പ്രോഗ്രാം നടത്തിയിരുന്നു ജൂലൈ 30-ന്, ലെഗസി എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് ആളുകളുടെ ലൈഫിൽ മാറ്റം വരുത്തി നേരിട്ട് കാണുന്ന അല്ലെങ്കിൽ അവർ കാണാൻ പറ്റുന്ന ഇതിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാറ്റം വന്നത് നമ്മുടെ മുമ്പിലൂടെ ആയിരക്കണക്കിന് ആളുകൾ അച്ചീവേഴ്സ് ആയിട്ട് ഈ കമ്പനിയുടെ വിവിധ പ്രോഗ്രാമുകളിൽ നിന്ന് എന്താ പറയുക അവാർഡ് ജേതാക്കളായിട്ട് മാറിയിട്ടുള്ള ആളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പിലേക്ക് 1 കോടി വാങ്ങിച്ച ആളുകൾ fijika.com-ലുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയിട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് യാഥാർത്ഥ്യത്തോട് നമ്മൾ പൊരുത്തപ്പെടുകയാണ്. ഇത്രയധികം ആളുകൾ ഈ പ്രൊജക്റ്റോട് ഇത്രയും വരുമാനം വാങ്ങിച്ചിട്ടുണ്ട്. 50 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വാങ്ങിച്ചെടുത്തത്. ഫിജിക്കാർട്ട് എന്നുള്ള കോൺസെപ്റ്റിൽ വന്ന് ജോബ് യോഹന സാധാരണക്കാർ ഒരു ഓട്ടോ ഡ്രൈവർ 50 ലക്ഷം വാങ്ങിച്ചു. 1 കോടി രൂപ ഒരു സ്വപ്ന എന്ന സാധാരണ ഒരു വീട്ടമ്മ, 8ാം ക്ലാസ് മാത്രമുള്ള ഒരു വീട്ടമ്മ. അപ്പം പല ആൾക്ക് സംശയമാണ്, ഇത്രയും എന്താ പറയുക പ്രൊഫൈൽ കുറഞ്ഞ ആളുകളാണ് ഈ പ്രൊജക്റ്റിൽ വരുമാനമാകുന്നത്. ഒരിക്കലുമല്ല. MBA-കാരി സബിത എന്ന് പറഞ്ഞൊരു മാഡം ഈ കമ്പനിയുടെ നാഷണൽ സെയിൽസ് ടീം റാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഈ പറഞ്ഞ 1 കോടി രൂപ. അപ്പൊ ഏത് കാറ്റഗറി, ഏത് ലെവൽ 1 to എക്സ്ട്രീം ലെവൽ വരെ നമുക്ക് എത്താം. ഏത് ഡയറക്റ്റ് ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ഏതൊരു വ്യക്തിക്കും ഫിജിക്കാർട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീർച്ചയായിട്ടും എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇതില് വിദ്യാഭ്യാസ യോഗ്യത കമ്പനി നോക്കണില്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളതിൽ മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് അത് ഉണ്ട് എങ്കിൽ നല്ലത്, ഇല്ല എങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല. കാരണം ഇതൊരു ടീം വർക്കാണ്, ഒറ്റയ്ക്കുള്ള അധ്വാനം അല്ല. ഒരാൾ ഒറ്റയ്ക്ക് ഓടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാ വരുമാനം കൂടുതൽ കിട്ടുക? ഇപ്പൊ ഞാനെന്ന വ്യക്തി എനിക്ക് മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 8 മണിക്കൂർ ഉണ്ടാവും. അതല്ല, ഞാൻ ഓവർ ടൈം എടുക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് മാക്സിമം വർക്ക് ചെയ്യാൻ 16 മണിക്കൂർ കിട്ടും. അതിനപ്പുറത്തേക്ക് ടൈം കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ കൂടെ 1-2 ആൾക്കാരെ എന്താ പറയാ കണ്ടെത്തി അവരെ ജോലിക്കാരായിട്ട് വെക്കണം. ഞാനൊരു കമ്പനി നടത്തിയപ്പം 5-8 സ്റ്റാഫിനെ വെച്ചു. ആ 8 പേരെ 8 മണിക്കൂർ എനിക്ക് കിട്ടുന്ന സമയത്ത് എൻ്റെ ടൈം കൂടുതൽ കിട്ടുകയാണ്. 36 മണിക്കൂർ എനിക്ക് കിട്ടുകയാണ്. അത് 100 പേരിലേക്ക് എത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. അല്ലെങ്കിൽ 100 പേരെ വർക്ക് അവേഴ്സ് എടുക്കണമെങ്കിൽ അത്രയും സാലറി നമ്മൾ കൊടുക്കണമായിരുന്നു. പക്ഷെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ fijika.com ഒരുപാട് മണിക്കൂറുകൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ടൈം ലീവറേജ് എന്നുള്ള കാര്യം നടത്തിക്കൊണ്ടാണ്.
അതായത് ഞാൻ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയ പല വ്യക്തികളും 5 മണിക്കൂറും 10 മണിക്കൂറും ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവർ വർക്ക് ചെയ്യുന്ന അവേഴ്സും കൂടെ നമുക്ക് കിട്ടുകയാണ്. അത് എനിക്ക് ഒറ്റയ്ക്കല്ല. ഇപ്പൊ 30,000 രൂപ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 30,000 രൂപ ഒരാള് ഒരു ദിവസം വർക്ക് ചെയ്താൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് 10 പേരോ 5 പേരോ 20 പേരോ ഒക്കെ 100 5 10 ആളുകൾക്ക് ഈ ബിസിനസ് കൊടുക്കുന്ന സമയത്ത് അതിൽ പല ആളുകളും 1500 സെയിൽസ് വോളിയത്തിൽ കൂടുതൽ കച്ചവടം നടക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് 1500 സെയിൽസ് വോളിയത്തിന്റെ എമൗണ്ട് മാച്ച് ചെയ്ത് 30,000 കിട്ടും. കൂടുതലായിട്ട് കിട്ടാനുള്ള ചാൻസ് ഇല്ല. കാരണം കമ്പനി അവിടെ സീലിംഗ് കട്ട് ഓഫ് വെച്ചിട്ടുണ്ട്. 30,000 പറഞ്ഞാൽ ധാരാളം നമ്മൾ ചിന്തിക്കാം. കാരണം ഒരു മണിക്കൂറല്ല 8 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യാൻ പോയിട്ട് നമുക്ക് കിട്ടുന്ന അടിസ്ഥാന സാലറി പല ആളുകൾക്ക് 10,000 15,000 ഉള്ളൂ. ഇന്നും നമ്മൾ ചിന്തിക്കുക, അതിനൊരു മാറ്റം വരുത്തണ്ടേ? കഴിഞ്ഞ വർഷം നമ്മൾ എന്താ പറയാ വാങ്ങിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു 5 വർഷം മുമ്പ് മീൻ എന്തായിരുന്നു വില? നമുക്ക് മത്തി 10 രൂപയ്ക്ക് കിട്ടിയ കാലമുണ്ട്. ഒരു എന്താ പറയാ 15 20 രൂപ അല്ലെങ്കിൽ 30 രൂപ വരെയൊക്കെ റേറ്റിന്. ഇന്ന് 1 കിലോ മത്തി വാങ്ങണമെങ്കിൽ പോലും 300 മുകളിൽ നമ്മൾ കൊടുക്കണം. ആ സമയത്ത് നമ്മൾ 1000 രൂപ സാലറി ഉണ്ട്, എനിക്ക് 30,000 രൂപ ഉണ്ട്, മാസം 30,000 ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും പ്രത്യേകിച്ച് കാര്യമില്ല. അന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞുകൂടാനുള്ള ഒരു വരുമാനം അത്രേ ഉള്ളൂ. അപ്പോഴാണ് അടിസ്ഥാന ജോലികളൊക്കെ ചെയ്യുന്ന കുറെ ആളുകൾ ഇന്നും പല ഫീൽഡുകളിലും 10 15 രൂപയ്ക്ക് വേതനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഒരു ജീവിതമേ ഉള്ളൂ. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളങ്ങ് തള്ളി നീക്കി പോയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. നമുക്കൊരു മാറ്റം വേണ്ടേ? തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടുമ്പോൾ, നല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ അതിനൊപ്പം നമ്മൾ കൈപിടിച്ച് നിൽക്കുക. അപ്പോൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി വെറുതെ വിളിച്ചതല്ല. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താനുള്ള ഒരു തുടക്കത്തിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. എന്നെ ഒരു രാത്രി വിളിച്ച് എൻ്റെ സിസ്റ്റർ പറഞ്ഞ സമയത്ത് എനിക്കത് മനസ്സിലായില്ല. 2-3 ദിവസം ഞാൻ ആലോചിച്ചു നിന്നു. അതിനടുത്ത് ഒരു 3 ദിവസത്തിന് ശേഷമാണ് എൻ്റെ കസിൻ ഒന്നുകൂടെ വിളിച്ച് ഈ പ്രൊജക്ടിന്റെ സാധ്യതകൾ എന്നിലേക്ക് പറഞ്ഞ സമയത്ത് ഇതാണ് എൻ്റെ അവസരം എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു. അന്ന് തൊട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റ് ഏറ്റെടുത്ത് തുടങ്ങി. മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങൾക്ക് ഞാൻ എന്റെ ലൈഫ് കൊണ്ട് അടയാളപ്പെടുത്തിയെന്ന് തന്നെ പറയാം. കാരണം ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത പല ആളുകൾ ഫിജിക്കാർഡ്.comല് ഒരു 10,000 രൂപ കിട്ടുമെന്ന് ആലോചിച്ച് വന്ന ആൾക്കാർ ഇന്ന് 30,000 40,000 50,000 ഒക്കെ വരുമാനം വാങ്ങിച്ചെടുക്കുന്ന കാണുന്ന സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മളൊരു ഓണ്ടർപ്രണർ ആയിട്ട്, ഒരു സംരംഭകനായിട്ട് മാറി. ഫിജിക്കാർഡ്.com തന്ന ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് എന്താ പറയുക ലേഡീസിന്, സ്ത്രീജനങ്ങൾക്ക് അവരുടെ സ്പേസിൽ ഇരുന്നുകൊണ്ട് അവരുടെ സമയം അനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്തുകൊണ്ട് ഒരു എക്സ്ട്രാ ഇൻകം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ തുടങ്ങി വെച്ചു. ആ ഓപ്പർച്യൂണിറ്റിയെ ഒരു ദൈവിക സ്പർശമുള്ള കോൺസെപ്റ്റ് ആയിട്ട് തന്നെ ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് വർക്ക് ചെയ്യുന്നു. ഇന്നും ആ ഒരു ബിസിനസ്സിനോടൊപ്പം സഞ്ചരിക്കാൻ, വലിയ രീതിയിലുള്ള എന്താ പറയാ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ അതിനൊപ്പം നിൽക്കുക എന്നുള്ള മാത്രം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഒരു 1-to-1 കൊടുക്കാൻ, പുതിയതായിട്ട് ഒരാളെ മീറ്റ് ചെയ്യാനോ അങ്ങനെ പോകണമെന്നുള്ള ഒരു കാര്യമില്ല. എങ്കിലും ഞാൻ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനും ഞാൻ വില്ലിങ് ആണ്. കാരണം ഒരു 10 വർഷക്കാലം ഞാൻ പണിയെടുത്താൽ കിട്ടാത്ത വരുമാനം എനിക്ക് ഫിജിക്കാർഡ്.com എന്നുള്ള കോൺസെപ്റ്റിലൂടെ കുറഞ്ഞ സമയം കൊണ്ട് കിട്ടും. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കും. ഒരു 30 വർഷത്തെ എൻ്റെ അധ്വാനം ഒരു 4-5 വർഷത്തിലേക്ക് ചുരുക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രൊജക്റ്റിനെ ഉപയോഗപ്പെടുത്തണ്ടേ. അങ്ങനെയാണ് ഒരു ബിസിനസ് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കുന്നത്. കാരണം കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത്രയധികം ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു കമ്പനി, ഇത്രയധികം ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ചെമ്മണ്ണൂർ ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ചില്ലറക്കാരല്ല, അല്ലെങ്കിൽ അത്രയും വലിയൊരു ഗ്രൂപ്പാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബോച്ചെ 1000 ഏക്കർ 1000 ഏക്കർ വയനാട്ടിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്. 58ഓളം ജ്വല്ലറികൾ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഈ കമ്പനിക്ക് ഉണ്ട്. ഒരു ജ്വല്ലറിയിൽ ഒരു 150 കിലോ സ്വർണ്ണമൊക്കെ ഉണ്ട് മിനിമം കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എത്ര കോടി രൂപ ആസ്തിയുള്ള ഗ്രൂപ്പാണ്. 300 മോള് NBFC ബ്രാഞ്ച്, മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഫിജിക്കാർഡ്.com ചെയ്യുന്ന ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ഓൺ കമ്പനിയാണ്. അതായത് ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ ഓക്സിജൻ റിസോർട്ട്സ്, ഒത്തിരി കാര്യങ്ങൾ ഈ പ്രൊജക്റ്റിലൂടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ആവശ്യമില്ല എന്ന് വെക്കട്ടെ, നിങ്ങൾക്ക് ഒരു യാത്ര പോകാൻ ഇഷ്ടമാണ് ഫിജിക്കാർഡ്.com എന്നുള്ള കോൺസെപ്റ്റിലൂടെ വൗച്ചറുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഫിജിക്കാർഡ്.com സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഫിജിക്കാർഡ്.com. ഇന്ന പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ, നമുക്ക് ഇന്ന സെഗ്മെന്റ് മാത്രമേ ഉള്ളൂ എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെന്റിലും പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. ഇനിയും പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഓണക്കാലാണ്, ഓണത്തിന് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ, ഓണക്കിറ്റ് എന്നുള്ള രീതിയിൽ ഫിജിക്കാർഡ്.comലേക്ക് വരുന്നു. നമ്മളത് എന്തായാലും ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ പോയിട്ട് വാങ്ങണം. ഒരൊറ്റ തവണ ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റോടെ വാങ്ങാൻ നമ്മൾ തയ്യാറാവുന്ന സമയത്ത് നമുക്ക് അതിനും ഇതിൽ സെയിൽസ് വോളിയം കിട്ടും. അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റുകളുള്ള ഒരു വലിയൊരു അവസരം നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നത്തെ രാത്രി നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിർണായകമാണ്. ഇന്ന് നമ്മളിപ്പം ഈ ഒരു സമയം 9 മണി, രാത്രി 9 മണിക്ക് ഞാൻ എടുത്ത ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റ് എടുത്ത തീരുമാനം വ്യക്തമായിട്ടും ശക്തമായിട്ടും നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിക്ക് ഒന്ന് കൈ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുക. ലൈഫിൽ
അവിടെ നിന്നാണ് മാറ്റം തുടങ്ങുക. നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് നിങ്ങൾ എവിടെയെങ്കിലും എത്തിച്ചിട്ടുള്ളത്. ഇതുവരെ നിങ്ങൾ എടുത്ത തീരുമാനമാണ് ഇന്നത്തെ നിങ്ങളെങ്കിൽ ഇന്നും നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് നാളത്തെ നിങ്ങളെ സൃഷ്ടിക്കുന്നത്. അപ്പൊ ഇന്നും നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങളായിട്ട് മാറട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഫിജിക്ക.com ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി സമയം കളയാനില്ല. കാരണം ഒരു ചൈനീസ് പവർ പറയാറുണ്ട്, ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് 20 years back and the second best time is now. അതായത് ഒരു മരം നടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ 20 വർഷക്കാലം മുമ്പായിരുന്നു. പക്ഷെ അന്ന് അത് പറ്റിയിട്ടില്ല എങ്കിൽ ഏറ്റവും നല്ല സെക്കൻഡ് ബെസ്റ്റ് ടൈം ഇന്നാണെന്നാണ് പറയുന്നത്. ഇന്നെങ്കിലും നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറാവുക. ഇതുവരെ നിങ്ങൾ എന്തൊക്കെ ചെയ്തോ അതൊന്നും നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾക്ക് നിദാനമായിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഈ തീരുമാനം നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താനുള്ള ഈ ഓപ്പർച്യൂണിറ്റിക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയോട് ഒന്ന് സംസാരിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം ഈ ഒരു കോൺസെപ്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾ വരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഒരിക്കലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ സർവീസിന് തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ ലിനീഷ് സോണസ് സെയിൽസ്മാൻ ഓഫ് ഫിജിക്ക.com സൈനിങ് ഓഫ്. താങ്ക് യു ഓൾ. താങ്ക് യു ലിനീഷ് സാർ. ഇപ്പൊ വളരെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സാറിന്റെ കേട്ടു അല്ലെ. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിയുടെ ലീഗൽ വശങ്ങളും നമ്മുടെ കമ്പനിയുടെ ഗവൺമെന്റ് സപ്പോർട്ടും ഒക്കെ സാറ് വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി തീരുമാനം എടുക്കേണ്ടത് സാറ് പറഞ്ഞ പോലെ നിങ്ങളാണ് അല്ലെ. ഓരോരുത്തരും തീരുമാനം എടുക്കുക. ഈ ഒരു അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സാറിന്റെ സിസ്റ്റർ മുഖേനയാണ് ഈ കൺസെപ്റ്റ് പരിചയപ്പെട്ടതെന്ന് പറഞ്ഞു. ഞാനും എന്റെ സിസ്റ്ററുടെ മകളായിട്ടാണ് ഞാൻ ഈ കൺസെപ്റ്റ് പരിചയപ്പെടുത്തത്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ഇത്രയും അടുപ്പവും അത്രയും ഇഷ്ടമുള്ളവരാണ് നമുക്ക് ഈ കൺസെപ്റ്റിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അത്രയും നല്ലൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അവർ നമ്മളെ പരിചയപ്പെടുത്തോ? ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ ഈ അവസരം പരിചയപ്പെട്ടത് അവരോട് ചോദിച്ച് ഫുള്ളും ക്ലിയർ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഈ കൺസെപ്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്യാം. അപ്പോ ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവാം. കാരണം ഇപ്പോ ഇതില് ഞാനടക്കം വന്നവരാരും ഫുൾ ക്ലിയർ ചെയ്ത് വന്നവരല്ല. കാരണം ബോച്ചയുടെ വിശ്വാസം അതുപോലെ നമ്മളോട് ആരാണ് പറഞ്ഞത് അവരോടുള്ള ഒരു വിശ്വാസത്തിന് പുറത്ത് മാത്രം വന്നവരാണ് എല്ലാവരും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. നിങ്ങൾക്കും അതിനുള്ള അവസരവും ഈ ഫിജിക്കാരനെ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു ഓൾ ആൻഡ് ഗുഡ് നൈറ്റ് ഓൾ.